ജൂലൈ 4 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന ദിവസം. വോട്ടെണ്ണാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമുക്ക് ലഭിച്ച വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് അവിശ്വസനീയമായ ചില മാറ്റങ്ങളിലേക്കാണ്. ഇതുവരെ കേരളം കണ്ടിട്ടുള്ള ഒരു സാധാരണ തിരഞ്ഞെടുപ്പ് ഫലം ആയിരിക്കില്ല ഇത്തവണ പുറത്തു വരാൻ പോകുന്നത്. മുന്നണി രാഷ്ട്രീയത്തിന്റെ 30 വർഷത്തെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കാവിപ്പട കേരള നിയമസഭയുടെ പടവുകൾ കയറുമോ എന്നാണ് ഇന്നത്തെ എന്റെ ചോദ്യം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാപ്റ്റൻ പദവിക്ക് ഇക്കുറി ഇളക്കം തട്ടും, അതോ ഭരണവിരുദ്ധ തരംഗത്തിൽ UDF 100 സീറ്റുകൾ വരെ തൂത്തുവാരുമോ? അണിയറയിൽ പല അട്ടിമറികളും നടന്നു കഴിഞ്ഞു എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. പല പ്രമുഖരും വീടും അപ്രതീക്ഷിത മുഖങ്ങൾ നിയമസഭയിലെത്തും. BJP ഇക്കുറി തന്ത്രങ്ങൾ മെനഞ്ഞത് കേവലം വോട്ട് വിഹിതം കൂട്ടാനല്ല, മറിച്ച് അധികാരം നിർണ്ണയിക്കുന്ന ഒരു ശക്തിയായി മാറാനാണെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വടക്കൻ കേരളത്തിൽ ആഞ്ഞടിച്ച UDF കൊടുങ്കാറ്റും തെക്കൻ കേരളത്തിൽ താമര വിരിയിക്കാൻ BJP നടത്തിയ രഹസ്യ നീക്കങ്ങളും എന്താണ് മെയ് 4 സംഭവിക്കാൻ പോകുന്നത്? ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെ ഉണ്ടാകുക. കേരളത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കും. BJP കേന്ദ്രങ്ങൾ പുറത്തുവിട്ട പട്ടിക പ്രകാരം 12 മണ്ഡലങ്ങളിലാണ് പാർട്ടിക്ക് വൻ വിജയ സാധ്യതയുള്ളത്. ഈ 12 സീറ്റുകൾ കേരള രാഷ്ട്രീയത്തിലെ നിർണായക വഴിത്തിരിവായേക്കാം എന്ന് തോന്നുന്നു. ഒന്നാമത് നിയമമാണ്. തിരുവനന്തപുരത്തെ നേമം മണ്ഡലം BJPക്ക് കേവലം ഒരു സീറ്റല്ല, അഭിമാന പോരാട്ടമാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രി ഇക്കുറി ഇവിടെ എത്തുമ്പോൾ മണ്ഡലം വീണ്ടും BJPയിലേക്ക് മടങ്ങുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ശിവൻകുട്ടിയും ശബരിനാഥും തമ്മിലുള്ള പോരാട്ടത്തിൽ മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെട്ടത് BJPക്ക് വലിയ രീതിയിൽ ഗുണകരമായി. നഗരപ്രദേശങ്ങളിലെ നിശബ്ദ വോട്ടുകൾ ഇക്കുറി താമരയ്ക്കാണ് എന്നാണ് വിലയിരുത്തലുകൾ. 2 കഴക്കൂട്ടം. കടകംപള്ളിയുടെ വികസന അവകാശവാദങ്ങളെ തകർത്ത് V മുരളീധരൻ കഴക്കൂട്ടത്ത് തരംഗം സൃഷ്ടിച്ചു. ടെക്നോ പാർക്ക് ജീവനക്കാരുടെ ഇടയിലും തീരദേശ ഹൈന്ദവ മേഖലകളിലും BJPക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. ഇവിടുത്തെ ത്രികോണ മത്സരം ഫലത്തിൽ BJPയെ സഹായിക്കുന്ന ഒന്നായി മാറി. മൂന്നാമത് പാലക്കാട്. ശോഭാ സുരേന്ദ്രന്റെ നാടാണ്. പാലക്കാട് നഗരസഭയിലെ മികച്ച ഭരണം BJPക്ക് മുതൽക്കൂട്ടായി. ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവ് എത്തിയതോടെ മണ്ഡലം ആവേശം കൊണ്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് മുസ്ലിം വോട്ടുകൾ ലഭിച്ചുവെങ്കിലും ഭൂരിപക്ഷ വോട്ടുകൾ ശോഭാ സുരേന്ദ്രനിലേക്ക് കേന്ദ്രീകരിച്ചു എന്നാണ് റിപ്പോർട്ട്. CPMന്റെ പരീക്ഷണം ഇവിടെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടേക്കാം. 4 തൃശൂർ. ഇവിടെ സുരേഷ് ഗോപിയുടെ ഇഫക്ട് പത്മജിക്ക് ഗുണകരമാകുമോ എന്നാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആ വലിയ വിജയം നിയമസഭയിലും ആവർത്തിക്കുന്ന പ്രതീക്ഷയിലാണ് BJP. തൃശൂരിൽ പത്മജ വേണുഗോപാൽ എത്തിയതും BJPക്ക് ഗുണകരമായി. ഇവിടെ LDF 3ാം സ്ഥാനത്തേക്ക് മാറുന്ന വിചിത്രമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധ്യതയുള്ളത്. 5 മഞ്ചേശ്വരം. K സുരേന്ദ്രന്റെ നീക്കമാണ്. കഴിഞ്ഞ തവണ 100-ൽ താഴെ വോട്ടിന് നഷ്ടപ്പെട്ട മഞ്ചേശ്വരം ഇക്കുറി BJPക്ക് ഉറപ്പാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെയും ഹൈന്ദവ വോട്ടുകളുടെയും ഏകീകരണം ഇക്കുറി സുരേന്ദ്രനെ തുണച്ചേക്കും. വടക്കൻ കേരളത്തിൽ ഇക്കുറി കാര്യങ്ങൾ ഇടതുപക്ഷത്തിന് അത്ര സുഖകരമല്ല. കാസർഗോഡ് മുതൽ മലപ്പുറം വരെ ആഞ്ഞടിച്ച UDF തരംഗത്തെ പ്രതിരോധിക്കാൻ LDFന് കഴിഞ്ഞോ എന്നതാണ് ചോദ്യം. CPMന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ ഇക്കുറി വിള്ളലുകൾ വീണിരിക്കുകയാണ്. പേരാവൂരിൽ സണ്ണി ജോസഫ് ശക്തമായി സ്വാധീനം ചെലുത്തുമ്പോൾ KK ശൈലജ ടീച്ചർക്ക് ആവേശം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നാണ് സൂചന. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ TK ഗോവിന്ദൻ നടത്തിയ പോരാട്ടം പാർട്ടി വോട്ടുകളിൽ പോലും വിള്ളലുണ്ടാക്കി. ഇനി മലപ്പുറത്തേക്ക് വരുമ്പോൾ മലപ്പുറത്ത് 16 സീറ്റുകളും UDF നേടുമെന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. തവനൂരിൽ VS ജോയ് ഇക്കുറി KT ജലീലിനെ അട്ടിമറിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. PV അൻവർ ഉണ്ടാക്കിയ വിവാദങ്ങൾ മലപ്പുറത്തെ സാധാരണ വോട്ടർമാരെ സർക്കാരിനെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ വയനാട്ടിലെ 3 സീറ്റുകളിലും UDFന് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട്ട് നോർത്തിലും സൗത്തിലും UDF മുന്നേറ്റം നടത്തുന്നുണ്ട്. പിന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ വിജയം നിലനിർത്തിയേക്കാൻ സാധ്യതയുണ്ട്, എങ്കിലും ഭൂരിപക്ഷം ഗണ്യമായി കുറയാനുള്ള സാധ്യതയുണ്ട്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, പൂഞ്ഞാർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നടക്കുന്നത് അതിശക്തമായ ത്രികോണ പോരാട്ടം തന്നെയാണ്. ഇവിടെ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ അവിടെ R ശ്രീലേഖ എന്ന മുൻ DGP BJP സ്ഥാനാർത്ഥിയെ എത്തിയത് രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ വലിയൊരു മാറ്റമാണ്. K മുരളീധരനും VK പ്രശാന്തും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ ശ്രീലേഖ പിടിക്കുന്ന വോട്ടുകൾ ആരെ തുണയ്ക്കുമെന്നത് നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാണ്. നേരെ നമുക്ക് പൂഞ്ഞാറിലേക്ക് വരാം. PC ജോർജും UDFും തമ്മിലുള്ള പോരാട്ടം ഇവിടെ മുറുകുകയാണ്. BJP പിന്തുണ PC ജോർജിന് ഗുണകരമാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം. നമുക്ക് നേരെ ഇനി കുന്നത്ത് നാട്ടിലേക്ക് വരാം.
2020 എന്ന ഘടകം ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് LDFനെയാണ്. ഇത് BJPക്ക് 2ാം സ്ഥാനത്തേക്കോ ചിലപ്പോൾ 1ാം സ്ഥാനത്തേക്കോ എത്താൻ വഴിയൊരുക്കിയേക്കാം. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വോട്ടിംഗ് പാറ്റേൺ നിശബ്ദ വോട്ടുകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന കടുത്ത ഭരണവിരുദ്ധ വികാരം പലരും പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിലും പോളിംഗ് ബൂത്തിൽ അത് കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. മുസ്ലിം ധ്രുവീകരണം UDFന് അനുകൂലമായപ്പോൾ പാരമ്പര്യമായി ലഭിച്ചിരുന്ന ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് CPMനെ തളർത്തുകയാണ്. ശബരിമല വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കേരളത്തിലെ യുവാക്കളുടെ ഇടയിലെ തൊഴിലില്ലായ്മയും വിദേശത്തേക്കുള്ള കുടിയേറ്റവും ഭരണവിരുദ്ധ തരംഗത്തിന് ആക്കവും കൂട്ടി. സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികളിലെ ജനരോഷം മലബാറിലും മധ്യകേരളത്തിലും വലിയ ചലനമുണ്ടാക്കി. മലബാർ മേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചത് UDFനെ ഭരണത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചേക്കാം. ഭൂരിപക്ഷം 90 കടന്നാലും അത്ഭുതപ്പെടുത്താനില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കേരള നിയമസഭയിൽ ഒരു നിർണായക ബ്ലോക്കായി BJP മാറും എന്നും മനസ്സിലാക്കുന്നുണ്ട്. 10ലധികം സീറ്റുകൾ ലഭിച്ചാൽ അത് കേരളത്തിലെ 2 മുന്നണികൾക്കും വലിയ തലവേദനയും തിരിച്ചടിയുമാകും. ഒന്നും ഉറപ്പിക്കാനാകില്ല. ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്തായാലും 3ാം ഊഴം എന്ന LDFന്റെ മോഹം അഴിമതി ആരോപണങ്ങളിലും പിൻവാതിൽ നിയമന വിവാദങ്ങളിലും തട്ടിത്തകരാൻ സാധ്യതയുണ്ട്. CPM പല സീറ്റുകളിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. മെയ് 4 കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങളുടേതായിരിക്കും. LDF കോട്ടകൾ തകരുന്നതും UDF തിരിച്ചു വരുന്നതും എല്ലാറ്റിനും ഉപരിയായി നിയമസഭയിൽ BJP കരുത്തറിയിക്കുന്നതും നമ്മൾ കാണാൻ പോവുകയാണ്. 10ലേറെ മണ്ഡലങ്ങളിൽ താമര വിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി തന്നെ മാറ്റും. എന്തായാലും നിങ്ങളുടെ മണ്ഡലത്തിൽ എന്താണ് സ്ഥിതി? ആരാണ് അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളത്? കമന്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും കൃത്യമായ ഫലങ്ങൾ അപ്പോൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.